ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? ഡോക്ടർ അരുൺ, എല്ലാ തരത്തിലുള്ള ബഹുമാനത്തോടും ചോദിക്കട്ടെ, താങ്കൾ ഇന്ന് ഹൈക്കോടതി പുറത്തിറക്കിയ ഈ ഇടക്കാല ഉത്തരവ് വായിച്ചിരുന്നോ? വെറുതെ കണകുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? താങ്കൾ വായിച്ചിരുന്നോ? എന്നാൽ താങ്കൾ ഇൻട്രോയുടെ ഭാഗമായി പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും ഇന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലില്ല. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? പ്രധാനമായും താങ്കൾ പറഞ്ഞു ഗവൺമെന്റിനെ അങ്ങ് എടുത്തിട്ട് കുടഞ്ഞു. ഒരു കൂട്ടം പരാതികൾ സർക്കാരിന്റെ കയ്യിലിരുന്നിട്ടും ആക്ഷൻ എടുത്തില്ല. അത്തരത്തിൽ താങ്കൾ പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും ഈ ഇടക്കാല ഉത്തരവിൽ ഒരിടത്തുമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? കോടതി ഉത്തരവിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ പ്രധാനപ്പെട്ട ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കോടതി ഗവൺമെന്റിനെ ഇട്ട് കുടഞ്ഞു എന്ന രൂപത്തിൽ രാവിലെ മുതൽ റിപ്പോർട്ടർ ചാനൽ പച്ചക്കള്ളമാണ്. അഭിഭാഷകനോട് എജിയോട് ഹൈക്കോടതി ചോദിക്കാത്തതായോ ഹൈക്കോടതിയുടെ ചോദ്യത്തിന് എജി പറയാത്തതായോ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ? ഭൂരിഭാഗം കാര്യങ്ങളും അതിലില്ല. പറയൂ. ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടക്കാല ഉത്തരവ് ഒന്ന് ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അതിൽ ഏതാണ് ഹർജി പരിഗണിക്കുന്ന വേളയിൽ എജിയോട് ഹൈക്കോടതി ചോദിച്ചതും എജി അതിന് മറുപടി പറഞ്ഞതുമായി ഏത് കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞതിൽ ഇല്ലാത്തത്? താങ്കൾ പറഞ്ഞതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കേസിന്റെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നടന്നിട്ടില്ലെന്നാണോ അങ്ങ് പറയുന്നത്? ഹൈക്കോടതിയിൽ നടന്നിട്ടില്ല എന്നാണോ അങ്ങ് പറഞ്ഞത്? കേസ് നടന്നിട്ടില്ല, വാദം നടന്നിട്ടില്ല എന്നല്ല, ഗവൺമെന്റിനെ എടുത്തിട്ട് നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് മുമ്പ് അങ്ങ് ഞാൻ പറഞ്ഞത് അവാസ്തവമാണെന്ന് പറഞ്ഞത് പിൻവലിക്കണം. വിധിയിലേക്ക് എത്തിച്ച കോടതിയിൽ നടന്നതെന്ത് എന്നതാണ് പ്രേക്ഷകരോട് പറഞ്ഞത്. അത് ശരിയാണല്ലോ കെ എസ് അരുൺകുമാർ? അല്ല, ശരിയല്ല. വിധിയുടെ ഭാഗമായി വന്ന ഒരു കാര്യവും താങ്കൾ പറഞ്ഞിട്ടില്ല. വിധി ഞാൻ വായിക്കാം. വിധിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ വിധിയുടെ ഭാഗമായി ഹൈക്കോടതി എജിയോട് ചോദിച്ചതും എജി പറഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. അതിൽ താങ്കൾക്ക് വിയോജിപ്പുണ്ടോ? ഗവൺമെന്റിനെ എടുത്തിട്ട് കുടഞ്ഞു എന്ന് താങ്കൾ എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകനായ എന്റെ വേർഷനാണ്. അതിലൊരൊറ്റ കാര്യമാണ്, ഇതിൽ സ്വമേധയാ കേസെടുക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ. മിസ്റ്റർ അരുൺ, നിങ്ങളെ കൂട്ടി ഈ രംഗത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ കോടതിയിൽ നടന്ന കമന്റുകൾ വെച്ചുകൊണ്ട് വിധിന്യായം പിന്നെ ചർച്ച ചെയ്യാം. ആ കമന്റുകൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, പണ്ട് അങ്ങനെയല്ലല്ലോ ഈ കോടതി, ഇതൊരു മാധ്യമ മേഖലയിലെ ചർച്ചയല്ലേ? പണ്ട് അങ്ങനെയല്ലല്ലോ നമ്മൾ ധനമന്ത്രിയോട് പറഞ്ഞത്. സീസറിന്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? ധനമന്ത്രിയുടെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? അത് കോടതി വിധിയിലുണ്ടായിരുന്നു. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. അല്ല ഒറ്റ കാര്യം താങ്കളുടെ ലീഗൽ കറസ്പോണ്ടന്റിനോട് ചോദിക്ക്. ഈ ഗവൺമെന്റിനെ എടുത്ത് കുടഞ്ഞു എന്ന് താങ്കൾ ഉപയോഗിച്ച വാക്കിലേക്ക് നയിച്ച ഏതെങ്കിലും ഒരു കമന്റ് ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഈ റിപ്പോർട്ട് കൈവശമുണ്ടായിരുന്നിട്ടും സ്വമേധയാ കേസെടുക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പൊതുസമൂഹം ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയല്ലേ ഇന്ന് ഹൈക്കോടതിയും ചോദിച്ചത്? ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഇല്ല, ഞാൻ വായിക്കാം. 6ാം പാരഗ്രാഫ് ഈ ജഡ്ജ്മെന്റിൽ ഒരു വാചകം ഞാൻ വായിച്ചുകൊണ്ട് അതിന് മറുപടി പറയാം. The government as of now is not in a position to proceed further for the simple reason that none have come forward with a complaint, but at the same time the report disclosure otherwise of sexual harassment and sexual exploitation of women. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ പൊസിഷൻ എന്താണ് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി അഡ്വക്കേറ്റ് ജനറൽ മറുപടി കൊടുക്കുകയും ചെയ്തു. ഒരു തരത്തിലും ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യിക്കുന്ന ഒരു ചർച്ചയും ഈ കോടതിയിൽ ഉണ്ടായിട്ടില്ല. ആ കൃത്യമായിട്ടുള്ള വിധിന്യായം 7 പാരഗ്രാഫുള്ള ഇന്നത്തെ ഇടക്കാല ഉത്തരവ് പരിശോധിച്ചാൽ കൃത്യമായി ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ആ പൊസിഷൻ കറക്റ്റ് ആണെന്നും അത് മാത്രമേ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുള്ളൂന്നും ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൺസെൻഷേർഡ് കോപ്പിംഗ് താട്ടെ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഇനി അതിൽ കോടതി അഡ്രസ് ചെയ്യാം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സർ, ഒരു തരത്തിലും ഗവൺമെന്റിനെ ആക്ഷേപിച്ചിട്ടില്ല, ഒരു ആരോപണവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുമില്ല. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. ഏതാണ്? റിട്ടല്ലേ?
പബ്ലിക് ഇൻട്രസ്റ്റ് സ്വഭാവം എന്താണ് അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ? ആ റിട്ടിലെ പ്രയർ എന്താണ്? To call for the records of the exhibit P1 report. P1 report means the report of the Hema committee. And pass the writ of mandamus commanding the first respondent to produce the exhibit P1 uncensored Justice Hema committee report to the second respondent. ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന ഹേമ കമ്മിറ്റിയുടെ അൺസെൻഷേർഡ് കോപ്പി സെക്കൻഡ് റെസ്പോണ്ടന്റ് ആയ DGPക്ക് കൊടുക്കണം. പോലീസിന്റെ ഹെഡ് DGPക്ക് കൊടുക്കണം. സെക്കൻഡ് പ്രയർ ടു പാസ് എ റിട്ട് ഓഫ് മാൻഡമസ് കമാൻഡിംഗ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് ടു സ്റ്റാർട്ട് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് വിത്ത് റിഗാർഡ് ടു ദി സെക്സ്വൽ ഒഫൻസ് സ്റ്റാർട്ടഡ് ഇൻ ദി റിപ്പോർട്ട് സ്റ്റേറ്റഡ് ഇൻ ദി റിപ്പോർട്ട്. ഒരു പബ്ലിക് സർവന്റിനോട്, അതായത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനോട് താൻ ചെയ്യേണ്ട ജോലി ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിക്കണം എന്നല്ലേ ഈ പറഞ്ഞ ഹർജിയുടെ അർത്ഥം? അതൊന്നും അല്ല മിസ്റ്റർ. ഇത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതൊന്ന് പറയൂ. മൻഡാമസ് എന്ന റിട്ട് ഹർജിയുടെ സ്വഭാവം അങ്ങൊന്ന് പറയൂ അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ. നമുക്ക് അക്കാഡമിക് ക്ലാസ് ആണെങ്കിൽ അതാകാം. ഞാൻ പറയാം. അല്ല, മാൻഡമസ് സാധാരണ ഉപയോഗിക്കുക ഏതെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഗവൺമെന്റ് അതോറിറ്റിയുടെ മുന്നിൽ ഉണ്ടായിട്ട് ആ റെപ്രസെന്റേഷനിൽ ഗവൺമെന്റ് അതോറിറ്റി ഉചിതമായ നടപടി സമയബന്ധിതമായി സ്വീകരിക്കാതെ വരുമ്പോഴാണ് റിട്ട് ഓഫ് മാൻഡമസിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഭൂരിഭാഗം റിട്ടുകളും മാൻഡമസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി ചെയ്യാത്ത പക്ഷം ആ പബ്ലിക് സർവന്റിനെ ആ ജോലിക്ക് നിർബന്ധിതരാക്കുക, ശരിയല്ലേ? ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ താങ്കളോട് അക്കാഡമിക് പ്രൊഫസർ എന്റെ ചോദ്യം, ഈ ഹർജിയുടെ ജിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവന്റിനോട്, ഒരു ഉദ്യോഗസ്ഥനോട് അയാൾ നിയമപരമായി ചെയ്യേണ്ട അയാളുടെ ഉത്തരവാദിത്വം ചെയ്യാൻ അയാൾ കഴിയാതെ വരുമ്പോൾ കോടതി ഇടപെട്ട് നിർദ്ദേശിക്കണമെന്നതല്ലേ മൻഡാമസ് റിട്ടിന്റെ സ്വഭാവം? എന്റെ അമ്മയെ നാട്ടിച്ച് എങ്ങനെ ഇരിക്കണം? ഞാൻ പോകുന്നു. ബൈ ബൈ.